തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി ഇന്ന് പൊളിക്കില്ല. ഗോപൻ സ്വാമിയുടെ ബന്ധുക്കളുമായും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളുമായും സബ് കളക്ടർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ തീരുമാനം. കല്ലറ പൊളിക്കണമെന്ന നിലപാടിൽ ഒരു വിഭാഗം രംഗത്തെത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോഴും സംഘർഷാവസ്ഥയുണ്ടോ? ഏതാണ്ട് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ പ്രതിഷേധക്കാരുമായും ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളുമായി ഉൾപ്പെടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ഗോപൻ സ്വാമിയുടെ മക്കളോടാണ് പോലീസ് ഇപ്പോൾ അവരിൽ നിന്ന് മൊഴിയെടുക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ സംഘടനകളുടെ പ്രതിനിധികളുമായി സംസാരിക്കുക. എന്തായാലും തൽക്കാലത്തേക്ക് ഈ സമാധി സ്ഥലം പൊളിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസും ജില്ലാ ഭരണകൂടവും എത്തിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നാൽ അത് പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലിലാണ് ആ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. പക്ഷേ നോട്ടീസ് നൽകി സാവകാശം നൽകിയതിനു ശേഷം അത് പൊളിച്ച് അവിടെ പരിശോധന നടത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോലീസ് ഒരുപക്ഷെ കടക്കുക. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സമാധി സ്ഥലം പൊളിക്കാനേ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വിവാദ സമാധി സ്ഥലം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം തുടരുകയാണ്. പോലീസിന്റെയും റവന്യൂ വകുപ്പിന്റെയും നീക്കത്തെ തടഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തിയതോടുകൂടിയാണ് സംഘർഷ രംഗങ്ങളുണ്ടായത്. അതിന് പരിഹാരമായില്ല. ഇന്ന് എന്തായാലും പൊളിക്കാൻ സാധ്യതയില്ല.